നോർത്ത് പറവൂർ സെന്റ് അലോഷ്യസ് ഹൈസ്കൂളിന്റെ 109ാമത് വാർഷികം, അധ്യാപക രക്ഷാകർതൃ ദിനം, യാത്രയയപ്പ് എന്നിവ സംയുക്തമായി നടന്നു. പറവൂർ നഗരസഭ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. അത് ഒരു പ്രഹസനമായി മാറാതെ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും കുട്ടികളുടെ പ്രാതിനിധ്യത്തോടുകൂടി ആ ദിവസത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് അത്ര വൃത്തിയായിട്ട് ആണ് ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ചത്. അതുതന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ സ്കൂളിലെ അടുക്കും ചിട്ടയും എത്രത്തോളം വലുതായി കണ്ടുകൊണ്ടാണ് ഇവിടുത്തെ അധ്യാപകരും അതേപോലെ സ്കൂളിൻ്റെ മാനേജരും PTA അംഗങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ സ്കൂളിൻ്റെ പ്രവർത്തനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്കൂൾ മാനേജർ റവർ ഡോക്ടർ ജോസ് പുതിയടത്ത് അധ്യക്ഷനായിരുന്നു. പറഞ്ഞ വാക്യം അതിൽ കോട്ട് ചെയ്യപ്പെട്ടു. മനുഷ്യനെ മനുഷ്യനാക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമല്ല. മനുഷ്യനെ മനുഷ്യനാക്കുക. ജന്മന നമ്മളെല്ലാവരും മനുഷ്യനാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു മനുഷ്യനെ മനുഷ്യത്വമുള്ളവരാക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. മനുഷ്യത്വമുള്ളവരാക്കി മാറ്റണം. ഈ പ്രബോധനങ്ങളും പഠിപ്പിക്കലുകളും പരിശീലനങ്ങളും ദിനാചരണങ്ങളും ലഹരിവിരുദ്ധ ദിനാചരണവും ഡോക്ടർമാരെ ആദരിക്കലും അധ്യാപകരെ ആദരിക്കലും സാധുജനങ്ങളെ കരുതലും എല്ലാം മനുഷ്യനെ മനുഷ്യത്വമുള്ളവരാക്കി മാറ്റാൻ സഹായിക്കുന്നതാണ്. എറണാകുളം അങ്കമാലി അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ തോമസ് നങ്ങേലിമാലിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മുഴുവൻ ദാനമായി കിട്ടിയതാണെന്നുള്ള ഒരു തികഞ്ഞ അവബോധത്തിൽ നിന്നൊരു ആത്മബോധത്തിൽ നിന്നാണ് അദ്ദേഹം ഇപ്രകാരം ഈ ദാനത്തിന് കാരണഭൂതരായവരിൽ അദ്ദേഹം ഏറ്റവും മുമ്പിൽ പ്രതിഷ്ഠിക്കുന്നത് അധ്യാപകരാണ്, ഗുരുക്കന്മാരെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെയൊക്കെ നിർണ്ണയിക്കുകയും നിയന്ത്രിക്കുകയും രൂപപ്പെടുത്തുകയും രൂപാന്തരപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് നമ്മുടെ അധ്യാപകരാണ്, നമ്മുടെ വിദ്യാലയമാണ്. അപ്പം അതുകൊണ്ട് ഏതൊരു വിദ്യാലയത്തിൻ്റെയും പ്രവർത്തനങ്ങളും അതിൻ്റെ വാർഷിക ആഘോഷങ്ങളും ഒക്കെ സമൂഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഒക്കെ ഉദാത്തമായിട്ടുള്ള പ്രവർത്തനമാണ്. അതുകൊണ്ട് സിനിമാ സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. പക്ഷെ അത് നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ് നേടിയത്. എന്നെപ്പോലെ ഒരു സാധാരണ ഫിലിം മേക്കർക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച സിനിമയല്ല 2018 ഒരു വലിയ സിനിമ. അത് പ്രത്യേകിച്ച് എൻ്റെ വീട്ടിൽ വെള്ളം കരുതാണ്. നമ്മളെന്താ പറയുക, ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു പോയി. നെഗറ്റീവുകളോട് ചിന്തകൾ മൊത്തം നെഗറ്റീവായിരുന്നു. ഇനി ഒരിക്കലും ഒരു തിരിച്ചറിവുണ്ടാവില്ല എന്ന് വിചാരിച്ച സമയമായിരുന്നു. അതിനെ ദൈവാനുഗ്രഹം കൊണ്ട് ഒരു പോസിറ്റീവാക്കി മാറ്റി അത് വെച്ച് നമ്മുടെ കഷ്ടപ്പാട് വെച്ച് തിരക്കഥ എഴുതി അത് വെച്ച് സിനിമയെടുത്ത് അത് മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റായി മാറുന്നു. അതിന് ഓസ്കാർ നോമിനേഷൻ വരുന്നു എന്ന് പറയുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും മോശം അനുഭവം ജീവിതത്തിലെ ഏറ്റവും നല്ല അനുഭവമായി മാറിയ ഒരു അനുഭവം എനിക്കുണ്ട്. അതെല്ലാം എന്താ പറയുക, മേടിയിരിക്കുന്ന ഒരാളുടെ കഴിവാണ്. നഗരസഭ വൈസ് ചെയർമാൻ MJ രാജു, കൗൺസിലർ MK ബാനർജി, കോട്ടക്കാവ് പള്ളി കൈക്കാരൻ പൗലോസ് വടക്കുംചേരി, PTA പ്രസിഡന്റ് മുനീറ മുഹമ്മദ് അഷ്റഫ്, മാതൃസംഗമം ചെയർപേഴ്സൺ രജിത അഖിലൻ, മിനി ആന്റണി ടീച്ചർ, സ്കൂൾ ലീഡർ മാസ്റ്റർ മുഹമ്മദ് മായൻ, KS സിസിലി, TR സീനി എന്നിവർ സംസാരിച്ചു. ഹെഡ് മാസ്റ്റർ PR സുനിൽ സ്വാഗതം ആശംസിച്ചു. നൽകിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്കൂളിലെ PTA പ്രസിഡന്റും എക്സിക്യൂട്ടീവ് അംഗങ്ങളും വളരെ നന്നായി നമ്മെ എപ്പോഴും നമുക്ക് പിന്താങ്ങായി അവർ നമ്മുടെ കൂടെയുണ്ട്. അവരെയും നന്ദിയോടെ ഓർക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ രാജൻ ആന്റണി, KA എലിസബത്ത് എന്നിവർക്ക് യാത്രയയപ്പും ഉപഹാരവും നൽകി. കലാപരിപാടികളും അരങ്ങേറുകയുണ്ടായി. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.